ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ വരാൻ പോകുന്ന സെപ്റ്റംബറിൽ നടക്കുന്ന കേരള PSCയുടെ ഓവർസിയർ ഇൻസ്ട്രക്ടർ ട്രേസർ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇതിനകത്ത് ഞാൻ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. ഇതിനു വേണ്ടി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബുക്ക് ഡിപ്ലോമക്കാർക്ക് ഉപകാരപ്പെടുന്ന അവരുടെ സിലബസിൽ ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ്. അതായത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ബൈ PI വർഗീസ്. PI വർഗീസിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ഒരുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് നടന്ന കുറേ എക്സാമുകൾ നോക്കിയാൽ അറിയാം, ഓട്ടോ ക്യാഡ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, ഇതിൽ നിന്നെല്ലാം ഒരു 10-20 മാർക്ക് വെയിറ്റേജ്, അതും സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ 10-20 മാർക്ക് വെയിറ്റേജിൽ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വരാൻ പോകുന്ന എക്സാമിന് അതേ ട്രെൻഡ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഫുൾ നോക്കിയിട്ട് പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കണ്ടൻസ് വരികയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ഉണ്ട്. അതിനകത്താണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റേ ഇൻസ്ട്രുമെൻറ്റ്സ്, ഡ്രോയിങ് പേപ്പറിൻ്റെ സൈസ്, അതൊക്കെ വരുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലാണ്. പിന്നെ ഉള്ളത് ലൈൻസ് ആൻഡ് ലെറ്ററിങ്, ആ ഒരു പോർഷനാണ്. ഡയമെൻഷനിങ് നമുക്കറിയാം, ഈ പ്രാവശ്യം ക്വസ്റ്റ്യനിൽ IS കോഡ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും IS കോഡിൻ്റെ വരെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇതിൽ. പിന്നെ പറയുകയാണെങ്കിൽ മറ്റേ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്, അതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡയമെൻഷനിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാപ്റ്റർ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അടുത്തത് വരുന്നത് ജിയോളജിക്കൽ കൺസ്ട്രക്ഷൻസ് ആണ്. ജിയോളജിക്കൽ കൺസ്ട്രക്ഷൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല, അത് ബേസിക് ഡ്രോയിങ് ആയിട്ടുള്ള ക്ലാസ്സിനാണ് വരുന്നത്. പിന്നെ എന്നാലും അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ പോളിഗൺസിൻ്റെ സൈഡ്സ്, അവരുടെ ആംഗിൾസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാം. പിന്നെ ഉള്ളത് സ്കെയിലാണ്. സ്കെയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കെയിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സ്കെയിൽ ഓഫ് കോഡ്സ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. അടുത്തത് ലോക്കി ഓഫ് പോയിൻറ്റ്സ് അത്രയ്ക്ക് വരുന്നില്ല. പിന്നെ കോണിക് സെക്ഷൻ നമുക്കറിയാമല്ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോണിക് സെക്ഷൻസ്, അവരുടെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വരുന്നത് ആ ചാപ്റ്ററിലാണ്. പിന്നെ വരുന്നത് മിസ്ലേനിയസ് കർവ്സ് ആണ്. മിസ്ലേനിയസ് കർവ്സിൻ്റെ ക്വസ്റ്റ്യൻ, അവരുടെ ഡെഫിനിഷനും കാര്യങ്ങളും എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സൈക്ലോയിഡ്, എന്താണ് എപ്പിസൈക്ലോയിഡ്, എന്താണ് ഹെലിക്സ്, എന്താണ്, അവരുടെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ വരുന്നത് സ്കെച്ചിങ് ആണ്. ആ ചാപ്റ്ററിൽ വലുതായിട്ടുള്ള, അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്. പിന്നെ ഉള്ളത് തിയറി ഓഫ് പ്രൊജക്ഷൻ ആണ്. അപ്പം പ്രൊജക്ഷൻ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണ്, സെക്കൻഡ് ആംഗിൾ പ്രൊജക്ഷൻ എന്താണ്, ഓരോ ഇതിൻ്റെയും ആംഗിളുകൾ കാര്യങ്ങൾ അങ്ങനെ വരുന്ന കുറച്ച് അതിൻ്റെ പ്രോബ്ലംസ്, അതിൻ്റെ പ്രോബ്ലംസും ജസ്റ്റ് നമുക്ക് നോക്കണം. പിന്നെ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ നിന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ് വന്നിരുന്ന എക്സാമുകളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് നോക്കണം. പിന്നെ പ്രൊജക്ഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ്, ഓരോന്നും പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, ഓരോ പ്ലെയിൻസ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗേഴ്സ് എങ്ങനെയുള്ളതാണ്, അതൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, ഇൻ്റർസെക്ഷൻ, അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും നമ്മളെല്ലാ കാര്യങ്ങളും അതിനെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഐസോമെട്രിക് പ്രൊജക്ഷന്, ഡിഫറെൻറ്റ് പ്രൊജക്ഷനുണ്ടല്ലോ, ഒബ്ലീക്ക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ, ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയണം. ലാസ്റ്റ് ഈ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോ ക്യാഡാണ്. ഓട്ടോ ക്യാഡിൽ ഡിഫറെൻറ്റ് കമാൻഡ്സ്, അതിൽ കുറച്ച് ഡ്രോയിങ്, അതിൽ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് അതും കൂടി നോക്കാം. അപ്പോൾ ഈ ഫുൾ ഒരു ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു വീഡിയോയുടെ വീഡിയോ എന്തായാലും പാർട്ട് ബൈ പാർട്ടായിരിക്കും. എന്തായാലും ഫുൾ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പം പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും. കൂടാതെ ഞാനിതിൻ്റെ PDF കൂടി ഈ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും പഠിക്കാൻ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ബിക്കോസ് ഇതിനകത്താണ് നമ്മൾ ഡിഫറെൻറ്റ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സിനെ പരിചയപ്പെടുന്നത്. ഡിഫറെൻറ്റ് ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രോയിങ് ബോർഡ്, T-സ്ക്വയർ, മിനി ഡ്രാഫ്റ്റർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടർ, എഞ്ചിനീയർ സ്കെയിൽ സെറ്റ്,
ഇൻസ്ട്രുമെന്റ് ബോക്സ്, സ്റ്റെൻസിൽ, ഫ്രഞ്ച് കർവ്, റൂളിംഗ് പെൻ എക്സെട്ര. ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡ്രോയിങ് ബോർഡ്. ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. മെയ്ഡ് ഓഫ് വെൽ സീസൺഡ് ഗുഡ് ക്വാളിറ്റി വുഡ് സച്ച് ആസ് പൈൻ, ഫിർ, ഓക്ക്, ലിനോലിനം എക്സെട്ര. അപ്പോൾ അതാണ് ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഡ്രോയിങ് ബോർഡിൻ്റെ സൈസാണ്. ഡിഫറെൻറ്റ് സൈസിൽ ഡ്രോയിങ് ബോർഡ് ഉണ്ടാവും. ഡ്രോയിങ് ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ സൈസ് ഓഫ് ദി ഡ്രോയിങ് പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഡ്രോയിങ് ബോർഡിൻ്റെ സൈസിന് പറയുന്നത് IS കോഡ് 1444 1963 1977. BISൻ്റെ IS 1444 1963 1977 ഡ്രോയിങ് ബോർഡിനെ പറ്റിയിട്ട് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രോയിങ് ബോർഡ്സ് നോക്കാം ബൈ ദെയർ സൈസ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് D0, D1, D2, D3 അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രോയിങ് ഷീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് ഷീറ്റ് A0, A1, A2, A3 എക്സെട്ര. അങ്ങനെ ഓരോന്നിൻ്റെയും സൈസ് ലെങ്ത് ബൈ വിഡ്ത്ത് ബൈ തിക്നെസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. D0യുടെ സൈസ് എന്ന് പറയുന്നത് 1500 by 1000 by 25. D1ൻ്റെ 1000 by 700 by 25. D2ൻ്റെ 700 by 500 by 15. D3യുടേത് 500 by 350 by 15 ആണ്. അപ്പോൾ നമ്മളിത് പഠിക്കാനായിട്ടുള്ള എളുപ്പം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് D0യുടെയും D1ൻ്റെയും നോക്കുകയാണെങ്കിൽ അവരുടെ തിക്നെസ് സെയിം ആണ് 25. അതുപോലെ D2ൻ്റെയും D3യുടെയും നോക്കുകയാണെങ്കിൽ തിക്നെസ് സെയിം ആണ് 15. ഇനി അവരുടെ ലെങ്ത് ഒന്ന് നോക്കാം. ലെങ്ത് 1500 ആണ് D1ൻ്റെ ലെങ്ത്. അതിൻ്റെ ഏകദേശം പകുതിയാണ് വിഡ്ത്ത് ഓഫ് D1, അതായത് 700. ഏകദേശം പകുതിയായിട്ട് വരും. അതേപോലെ D0യുടെ വിഡ്ത്താണ് 1000. അത് തന്നെയാണ് D1ൻ്റെ ലെങ്ത് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് എല്ലാത്തിലും കാണും. അതായത് വിഡ്ത്ത് ഓഫ് ദ D1 ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി D2, വിഡ്ത്ത് ഓഫ് ദി D2 ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി D3. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഫുൾ ഈ ടേബിൾ കാണാതെ പഠിക്കാം. ഈ സെയിം തിയറി തന്നെയാണ് ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസിൽ വരുന്നത്. ഹാഫ് ആയിട്ട് ലെങ്ത് കുറഞ്ഞു വരും. നമുക്കത് പിന്നീട് കാണാം. അടുത്തതെന്ന് പറഞ്ഞാൽ T² ആണ്. T² എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലാത്തതാണ്. വെൽ സീസൺഡ് ഹാർഡ് ക്വാളിറ്റി വുഡ് വെച്ചിട്ടാണ് T² ഉണ്ടാക്കുന്നത്. ടീക്ക്, മഹാഗണി, പ്ലാസ്റ്റിക് ഒരു അക്രിലിക് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് മേജറായിട്ട് 2 പാർട്ടാണുള്ളത്. ഒരു ഷോർട്ട് സ്ട്രിപ്പ് ഓഫ് വുഡ് ഉണ്ടാവും. അതിനെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഹെഡ് എന്ന് പറയും. ഇതാണ് ഷോർട്ട് സ്ട്രിപ്പ് ഓഫ് ഹെഡ്. പിന്നെ ഒരു ലോങ് സ്ട്രിപ്പ് ഉണ്ടാവും. അത് താഴോട്ട് വരുന്തോറും ഒരു ടേപ്പറിങ് എൻഡ് ആയിരിക്കും ഇതിനുള്ളത്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ബ്ലേഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് 2 വർക്കിംഗ് എഡ്ജസ് ഉണ്ട്. ഒന്ന് ഇവിടെ ആയിട്ടൊരു വർക്കിംഗ് എഡ്ജ്, ഇവിടെ ആയിട്ടൊരു വർക്കിംഗ് എഡ്ജ്. 2 വർക്കിംഗ് എഡ്ജുകൾ തമ്മിലുള്ള ആംഗിൾ എപ്പോഴും ഓഫ് കോഴ്സ് 90 ഡിഗ്രി ആയിരിക്കും. സോ അതാണ് T² പറ്റിയിട്ടുള്ളത്. T²നും ഈ ഡ്രോയിങ് ബോർഡിനെ പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് T² ഉണ്ട്. അവരുടെ വർക്കിംഗ് എഡ്ജിൻ്റെ ലെങ്ത് വെച്ചിട്ട്, ടോട്ടൽ ലെങ്ത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ T0, T1, T2, T3 അങ്ങനെ ഓരോ ഡെസിഗ്നേഷൻ ഉണ്ട്. T0 എന്ന് പറഞ്ഞാൽ 1500 mm ആയിരിക്കും അതിൻ്റെ വർക്കിംഗ് എഡ്ജ്. T1 എന്ന് പറഞ്ഞാൽ 1000 mm ആയിരിക്കും. T2 700 mm, T3 500 mm. സോ ഇതാണ് ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് ദി T². ഒരു നോട്ട് ചെയ്യാനായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ T² ഈസ് യൂസ്ഡ് ടു ഡ്രോ ഓൺലി ഹൊറിസോണ്ടൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് T² യൂസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻഡ് ലൈൻസ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ സെറ്റ് സ്ക്വയേഴ്സും T² കൂടി യൂസ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ T² ഹൊറിസോണ്ടൽ ലൈൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അടുത്ത ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് സെറ്റ് സ്ക്വയേഴ്സ് ആണ്. സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളതാണ്. വുഡ്, ടിന്ന്, പ്ലാസ്റ്റിക്, സെല്ലുലോയിഡ് ഒക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള സെറ്റ് സ്ക്വയർ ആണ്. സെറ്റ് സ്ക്വയർ തന്നെ 2 എണ്ണം ഉണ്ട്. 30 ഡിഗ്രി 60 ഡിഗ്രി സെറ്റ് സ്ക്വയറും 45 ഡിഗ്രി സെറ്റ് സ്ക്വയറും. 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അതൊരു ഐസോസെല്ലസ് ട്രയാങ്കിൾ ആണ്. നമ്മളെല്ലാം യൂസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിനെപ്പറ്റി അധികം പറയേണ്ട ആവശ്യമില്ല.
ഡിഫറെൻറ്റ് ലെങ്ത്തിലും സെറ്റ് സ്ക്വയേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സെറ്റ് സ്ക്വയറും ടി സ്ക്വയറും കൂടി യൂസ് ചെയ്തിട്ട് വരുന്ന യൂസസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡ്രോയിങ് ലൈൻസ് അറ്റ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അപ്പോൾ ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും യൂസ് ചെയ്തിട്ട് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾസ് വരയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 45 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾ വിത്ത് ഹൊറിസോണ്ടലും വരയ്ക്കാനായിട്ട് സാധിക്കും ടി സ്ക്വയറും സെറ്റ് സ്ക്വയറും കൂടി യൂസ് ചെയ്തിട്ട്. പിന്നെ ഈ പിക്കിൽ കാണിച്ചിരിക്കുന്നത് 50 ഡിഗ്രി ടി സ്ക്വയർ സെറ്റ് സ്ക്വയറിന്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് 15 ഡിഗ്രി 75 ഡിഗ്രി 105 ഡിഗ്രി, അതായത് 15ന്റെ മൾട്ടിപ്പിൾസ് നമുക്ക് വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സെറ്റ് സ്ക്വയറിന്റെയും ടി സ്ക്വയറിന്റെയും യൂസ് നമ്മൾ കണ്ടു. 15 ഡിഗ്രി 30 ഡിഗ്രി 45 ഡിഗ്രി 60 ഡിഗ്രി അങ്ങനെ 15ന്റെ ഓൾമോസ്റ്റ് എല്ലാ മൾട്ടിപ്പിൾസും നമുക്ക് വരയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറെ യൂസ് എന്ന് വെച്ചാൽ പാരലൽ ലൈൻസ് സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്ത് ഇതുപോലെയുള്ള പാരലൽ ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസും വരയ്ക്കാൻ പറ്റും. ഒരു നോട്ടായിട്ട് തന്നെ ഈ പോയിന്റ് തന്നിട്ടുണ്ട്. പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ ലൈൻസ് വിച്ച് ആർ നോട്ട് വെരി ഫാർ ക്യാൻ ബി ഡ്രോൺ വിത്ത് 2 സെറ്റ് സ്ക്വയേഴ്സ്. 2 സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്ത് പാരലലും പെർപെൻഡിക്കുലറും ലൈൻസും നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സെറ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. അതൊക്കെയാണ് സെറ്റ് സ്ക്വയേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ്. അടുത്ത ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് പൊട്രാക്ടർ ആണ്. പൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ സെറ്റ് സ്ക്വയേഴ്സിന്റെ പോലെ തന്നെ വുഡ്, പ്ലാസ്റ്റിക്, സെല്ലോയിഡ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബെസ്റ്റ് സെറ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് നിക്കൽ സിൽവർ മെറ്റൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, എന്ന അലോയ് വെച്ച് ഉണ്ടാക്കുന്നതാണ്. അത് മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള വർക്ക്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നിക്കൽ സിൽവർ. പൊട്രാക്ടർ തന്നെ ഒരു ഫുള്ളി സർക്കുലർ ആയിട്ടുള്ള പൊട്രാക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്, സെമി സർക്കുലർ ആയിട്ടുള്ള കണ്ടിട്ടുണ്ട്. സെമി സർക്കുലർ ആയിട്ടുള്ളതായിരിക്കും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പൊട്രാക്ടറിന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, പൊട്രാക്ടർ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഓർ സെറ്റിംഗ് ഓഫ് ദി ആംഗിൾ വിച്ച് കനോട്ട് ബി ഒബ്റ്റെയിൻഡ് വിത്ത് സെറ്റ് സ്ക്വയർ. നമ്മൾ പറഞ്ഞു സെറ്റ് സ്ക്വയേഴ്സ് വെച്ചിട്ട് കുറേ 15ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ എല്ലാ ആംഗിൾസും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് വരയ്ക്കാനും അതുപോലെ തന്നെ മെഷർ ചെയ്യാനുമായിട്ട് നമ്മൾ പൊട്രാക്ടേഴ്സ് യൂസ് ചെയ്യും. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ ഡിവൈഡിങ് എ സർക്കിൾ ഇൻറ്റു എനി സ്മോൾ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ്. അതും പൊട്രാക്ടറിന്റെ ഒരു യൂസ് ആണ്. ഇനി അടുത്ത ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ സ്കെയിൽ സെറ്റ് ആണ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലെങ്ത് ഓഫ് എൻ ഒബ്ജെക്ട് ഓൺ ദി ഡ്രോയിങ് ടു ഇറ്റ്സ് ആക്ച്വൽ സൈസ്. അതിന് പറയുന്ന പേരാണ് സ്കെയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നാച്ചുറലി ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മളത് ഡ്രോയിങ്ങിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ചില സമയത്ത് ഒരു എൻലാർജിങ് സ്കെയിൽ യൂസ് ചെയ്യേണ്ടി വരും, ചില സമയത്ത് റെഡ്യൂസിങ് സ്കെയിൽ യൂസ് ചെയ്യേണ്ടി വരും. ഈ ടേബിളിൽ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡ്രോയിങ്സിന് യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് റെക്കമെൻഡഡ് സ്കെയിൽസ് ആണ്. ഫസ്റ്റ് എൻലാർജ്മെന്റ് സ്കെയിൽസ് നോക്കുവാണെങ്കിൽ 50:1, 20:1, 10:1, 5:1, 2:1 എക്സെട്ര. അതൊക്കെയാണ് എൻലാർജ്മെന്റ് സ്കെയിൽസ് യൂസ് ചെയ്യുന്നത്. ഫുൾ സ്കെയിൽ ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിന്റെ സൈസും ഡ്രോയിങ്ങിൽ ആ ഒബ്ജക്റ്റിന്റെ സൈസും സെയിം തന്നെ ആയിരിക്കും. അതാണ് ഫുൾ സ്കെയിൽ ഡ്രോയിങ് എന്ന് പറയുന്നത്. പിന്നെ റിഡക്ഷൻ സ്കെയിൽസിന് സാധാരണ യൂസ് ചെയ്യുന്നത് 1:2, 1:5, 1:10 എക്സെട്ര ഇങ്ങനെയുള്ളതായിരിക്കും. ഇനി സ്കെയിൽസിന്റെ ഡെസിഗ്നേഷൻ നോക്കിയാൽ ഫുൾ സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ 1:1 ആയിരിക്കും. റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:x ആയിരിക്കും. എൻലാർജ്ഡ് സ്കെയിൽ ഈസ് x:1 ആയിരിക്കും. സോ ഇതാണ് സ്കെയിൽസിന്റെ ഡിഫറെന്റ് സ്കെയിൽസിന്റെ ഡെസിഗ്നേഷൻ. സോ അപ്പോൾ സ്കെയിൽസിന് നമ്മൾ നോക്കി എഞ്ചിനീയർ സ്കെയിൽ സെറ്റ്. അതുപോലെ എഞ്ചിനീയർ സ്കെയിൽ സെറ്റ് എന്ന് പറയുന്നത് 8 സ്കെയിൽസ് ചേരുന്നതാണ് ഒരു സ്കെയിൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് M1 തൊട്ട് M8 വരെ നമുക്ക് ഡ്രോയിങ്ങിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മോസ്റ്റ് ആയിട്ടുള്ള സ്കെയിൽസ് എല്ലാം ഈ 8 സ്കെയിൽസിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു M1 to M8 എന്ന്. അപ്പോൾ M1, M2, M3 അതെന്താണെന്ന് നോക്കാം. M1 എന്ന് പറഞ്ഞാൽ ഫുൾ സൈസ് വരുന്ന സ്കെയിലാണ്, അതായത് 1:1 അല്ലെങ്കിൽ 1:2. ആ സ്കെയിലിന് പറയുന്ന പേരാണ് M1 എന്ന്. M2 1:1, 2.5, 1:5 അതൊക്കെ. M3 1:10, 1:2 അതൊക്കെ. M4 1:50, 1:100 അങ്ങനെ M8 വരെ ചേരുന്നതാണ്
ഒരു എൻജിനീയേഴ്സ് സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസ്ട്രുമെന്റ് ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ലാർജ് ബോ കോമ്പസ്, സ്പ്രിംഗ് ബോ കോമ്പസ്, ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്, ലാർജ് ബോ ഡിവൈഡർ, സ്മോൾ ബോ ഡിവൈഡർ, റോളിംഗ് പെൻ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലെഡ് കേസ് സ്ക്രൂ ഡ്രൈവർ എക്സെട്ര. അതുപോലെയുള്ള ഐറ്റംസ്. സോ വൺ ബൈ വൺ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് കോമ്പസ് ആണ്. നമുക്കറിയാം, കോമ്പസ് ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് സർക്കിൾസ് ആൻഡ് ദ ആർക്സ് ഓഫ് ദ സർക്കിൾസ്. കോമ്പസ് തന്നെ 3 രീതിയിലുണ്ട്. ലാർജ് ബോ കോമ്പസ്, സ്പ്രിംഗ് ബോ കോമ്പസ്, ഡ്രോപ്പ് ബോ കോമ്പസ്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ലാർജ് ബോ കോമ്പസ് എന്ന് പറഞ്ഞാൽ ലാർജ് സർക്കിൾസിനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലാർജ് ബോ കോമ്പസ്. ഇതിന് 2 ലെഗ്സ് ഉണ്ടാവും. രണ്ടിനെയും ഇങ്ങനെ ഒരു ഹിഞ്ച് വെച്ചിട്ട് കണക്ട് ചെയ്തിരിക്കും. ഒരു എൻഡിൽ ഒരു സ്റ്റീലിൻ്റെ നീഡിലും മറ്റേ എൻഡിൽ പെന്നോ പെൻസിലോ നമുക്ക് ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചില ടൈപ്പ് ഓഫ് കോമ്പസുകൾക്ക് ഇവിടെ നമുക്ക് നീഡിലും ആഡ് ചെയ്ത് ഇതിനെ ഡിവൈഡർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അതാണ് ലാർജ് ബോ കോമ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോമ്പസിൽ എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും, the needle point should be at least 1 mm longer than the pen or pencil. നീഡിൽ പോയിന്റ് എപ്പോഴും എന്താ ഇതിനകത്ത് കാണാം, 1 mm ലോങ്ങർ ആയിരിക്കും പെൻ ഓർ പെൻസിലിനേക്കാളും. അടുത്തത് സ്പ്രിംഗ് ബോ കോമ്പസ്. അപ്പോൾ ഈ കോമ്പസ് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കുറച്ചുകൂടി സ്മോൾ സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കിൾസ് അപ് ടു 25 mm റേഡിയസ്, 25 mm റേഡിയസ് വരെ ഉള്ളതാണ്. ഇവിടെ ഈ പോർഷനിൽ ഹിഞ്ചല്ല കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ നടുക്ക് ഒരു സ്ക്രൂ അറേഞ്ച്മെന്റ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ റേഡിയസിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡിഫറെൻറ്റ് റേഡിയസിലുള്ള സർക്കിൾസ് വരയ്ക്കാം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെൻ എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ സർക്കിൾസ് ഓഫ് സെയിം റേഡിയസ് ആർ ടു ബി ഡ്രോൺ. ഈ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിലാണ് സ്പ്രിംഗ് ബോ കോമ്പസ് യൂസ് ചെയ്യുന്നത്. അടുത്ത കോമ്പസ് എന്ന് പറയുന്നത് ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ് ആണ്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോമ്പസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് വെരി സ്മോൾ സർക്കിൾസ് ബോത്ത് വിത്ത് പെൻസിൽ ആൻഡ് ഇങ്ക്. ഇതിനൊരു സെന്റർ ഒരു റോഡ് പോലെ ഉണ്ടാവും. പിന്നെ ഒരു വിത്ത് തന്നെ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ടാവും. വെരി സ്മോൾ ആയിട്ടുള്ള സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡ്രോപ്പ് സ്പ്രിംഗ് ബോ കോമ്പസ്. അടുത്തത് ഡിവൈഡർ. ഡിവൈഡർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡിവൈഡർ എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഓർ സ്ട്രെയിറ്റ് ലൈൻസിനെ ലാർജ് നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ഡിവൈഡർ എന്ന്. അതുപോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഡയമെൻഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനും ഇത് സഹായിക്കും. ഫോർ ദ ട്രാൻസ്ഫറിങ് ഓഫ് ഡയമെൻഷൻ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ഡ്രോയിങ് ടു അതർ പാർട്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ സെറ്റിംഗ് ഡയമെൻഷൻ ഫ്രം സ്കെയിൽ ടു ദി ഡ്രോയിങ്. ഡിവൈഡർ തന്നെ 2 ആയിട്ടുണ്ട്. ലാർജ് ബോ ഡിവൈഡറും അതുപോലെ സ്മോൾ ബോ ഡിവൈഡറും. ലാർജ് ബോ ഡിവൈഡർ എന്താണെന്ന് വെച്ചാൽ ലാർജ് ഡിസ്റ്റൻസിനെയൊക്കെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ലാർജ് ബോ ഡിവൈഡർ. സ്മോൾ ബോ ഡിവൈഡർ എന്ന് പറഞ്ഞാൽ ഇത് മറ്റേതിനെ പോലെ തന്നെയാണ്. നമ്മൾ സാധാ ഡിവൈഡർ കണ്ടില്ലേ, 2 എൻഡും 2 ലെഗ്സിലും നീഡിൽ എൻഡ്സ് ആയിരിക്കും. 2 എൻഡ്സിലും സ്റ്റീൽ നീഡിലിന്റെ എൻഡ്സ് ആയിരിക്കും 2 ലെഗ്സിലും വരുന്നത്. സ്മോൾ ബോ ഡിവൈഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് മൈന്യൂട്ട് ഡിവിഷൻസ് മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് സ്മോൾ ഈക്വൽ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ബോ ഡിവൈഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് റൂളിംഗ് പെൻസ് ആണ്. റൂളിംഗ് പെൻസ് ഓർ ലൈനേഴ്സ് ഈസ് എൻ ഇങ്കിങ് പെൻ യൂസ്ഡ് ഫോർ ഡ്രോയിങ് സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് നോൺ സർക്കുലർ ആർക്സ് ഇൻ ഇങ്ക്. അതിന് പറയുന്ന പേരാണ് റൂളിംഗ് പെൻസ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് കാപ്പിലറി കാർട്രിഡ്ജസ് ഉള്ള ഡ്രോയിങ് പെൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്, അതിപ്പോൾ ഉപയോഗിക്കുന്നത്. അടുത്തത് പ്രൊപ്പോർഷണൽ ഡിവൈഡർ. പ്രൊപ്പോർഷണൽ ഡിവൈഡർ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു ഡ്രോയിങ്ങിനെ ഒരു സ്കെയിലിൽ നിന്നും മറ്റൊരു സ്കെയിലിലേക്ക് ആക്കണമെങ്കിൽ അതിനെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് സ്കെയിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതായത് ഡ്രോയിങ്സിനെ എൻലാർജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഡിവൈഡറിനെ പറയുന്ന പേരാണ് പ്രൊപ്പോർഷണൽ ഡിവൈഡർ എന്ന് പറയും.
അടുത്തത് ഡ്രാഫ്റ്റിംഗ് മെഷീൻ ആൻഡ് മിനി ഡ്രാഫ്റ്റർ. ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രാഫ്റ്റ്സ്മാൻ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാന് ഡ്രോയിങ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് നമുക്കറിയാം. ഡ്രാഫ്റ്റിംഗ് മെഷീൻ വെച്ചിട്ട് നമുക്ക് ടി സ്ക്വയറിൻ്റെ, സെറ്റ് സ്ക്വയറിൻ്റെ, പൊട്രാക്ടറിൻ്റെ, സ്കെയിൽസിൻ്റെ ഇതിൻ്റെ എല്ലാം യൂസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ് ഡ്രാഫ്റ്റിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 പെയർ ഓഫ് പാരലാഗ്രാം ബാർസ് ഉണ്ടാവും, പിവോട്ടഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പിവോട്ട് പ്ലേറ്റ്. നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഡ്രാഫ്റ്റിംഗ് മെഷീൻ്റെ കുറച്ചും കൂടി ഒരു സിംപ്ലിഫൈഡ് വേർഷനെ പറയുന്ന പേരാണ് മിനി ഡ്രാഫ്റ്റർ. ഓക്കെ, ദ യൂസ് ഓഫ് ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, പ്രൊട്രാക്ടേഴ്സ് ആൻഡ് സ്കെയിൽസ് ആർ കമ്പൈൻഡ് ഇൻ ദി മിനി ഡ്രാഫ്റ്റർ. സോ അതാണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി അടുത്തത് വരുന്നത് ഡ്രോയിങ് ഷീറ്റാണ്. അപ്പോൾ IS കോഡിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് സൈസസ് നമുക്ക് നോക്കാം. അതിന് പേര് വരുന്നത് A0, A1, A2, A3, A4 അങ്ങനെയാണ്. A0 എന്ന് പറയുന്നത് 841/1189. A1 എന്ന് പറയുമ്പോൾ ഇത് വിഡ്ത്ത് ബൈ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് ഇൻ mm, ട്രിംഡ് സൈസ്. ദീസ് ആർ ദ ട്രിംഡ് സൈസ് ഇൻ mm, വിഡ്ത്ത് ബൈ ലെങ്ത് 841/1141. അപ്പോൾ A0യുടെ വിഡ്ത്ത് ആയിരിക്കും A1ൻ്റെ ലെങ്ത് ആയിട്ട് വരിക. അതേപോലെ തന്നെ A0യുടെ ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും A1ൻ്റെ വിഡ്ത്ത്, അപ്രോക്സിമേറ്റ്ലി ഹാഫ്. നെക്സ്റ്റ് A1ഉം A2ഉം തമ്മിൽ നോക്കുകയാണെങ്കിൽ A1ൻ്റെ വിഡ്ത്താണ് A2ൻ്റെ ലെങ്ത്ത്. അതേപോലെ തന്നെ A1ൻ്റെ ലെങ്ത്താണ് A2ൻ്റെ വിഡ്ത്തായിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പഠിക്കേണ്ടത്. ഈ നമ്പേഴ്സ് കുറേ പ്രാവശ്യം നമ്മൾ വായിക്കുമ്പോഴേക്കും മനസ്സിലിരിക്കും. A0യുടെ സൈസ് 841/1189, A1ൻ്റെ സൈസ് 594/841, A2ൻ്റെ സൈസ് 420/594, A3യുടെ സൈസ് 297/420, A4ൻ്റെ സൈസ് 210/297. ഇതൊരു ടേബിളായിട്ട് ഒരു പ്രാവശ്യം എഴുതി നോക്കിയാൽ തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ എക്സാമുകൾക്ക് ചോദിക്കുന്നത് എപ്പോഴും A2 ആയിരിക്കും. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റിൻ്റെ പേപ്പർ എന്ന് പറയുന്നത് A2 ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദ സർഫസ് ഏരിയ ഓഫ് ആൻ A0 സൈസ് ഷീറ്റ് എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. A0 സൈസ് ഷീറ്റിൻ്റെ സർഫസ് ഏരിയ ഈസ് 1 മീറ്റർ സ്ക്വയർ. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ A0യുടെ സൈസ് 1 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ A1ൻ്റെ സൈസ് എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും, 0.5 മീറ്റർ സ്ക്വയർ. The length and the width ratio, length to the width ratio of the drawing paper is always √2:1. Length to width ratio ആണ്, അത് മാറിപ്പോവരുത്. √2:1. A2 size of drawing sheet is more convenient for drawing purpose in the classroom. സോ അത്രയാണ് ഡ്രോയിങ് ഷീറ്റിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾക്ക് ട്രേസിങ് ഷീറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്, ഗ്രാഫ് പേപ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്, പേപ്പർ ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡ്രോയിങ് ക്ലാസ്സസിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അടുത്തത് വരുന്നത് ഡ്രോയിങ് പെൻസിലാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ക്വാളിറ്റി ഓഫ് പെൻസിൽസ് നമ്മൾ യൂസ് ചെയ്യായിരിക്കും. ചിലത് നമ്മൾ ലൈറ്റായിട്ട് ഡ്രോ ചെയ്യുന്നതായിരിക്കും, ചിലത് കൺസ്ട്രക്ഷൻ ലൈൻസ് എക്സെട്ര ഒക്കെ ലൈറ്റായിട്ട് ഡ്രോ ചെയ്യുന്ന പെൻസിലായിരിക്കും ഉപയോഗിക്കുന്നത്. അതുപോലെ എഡ്ജസും കാര്യങ്ങളൊക്കെ വരയ്ക്കാനാണെങ്കിൽ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള പെൻസിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡാർക്കായിട്ടുള്ള പെൻസിൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പെൻസിൽസ് തന്നെ ഒരുപാട് ഗ്രേഡ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 9H, 8H, 7H, 6H, 5H, 4H, 3H, 2H, H, F, അങ്ങനെ HB, B, 2B, 3B, 4B, 5B, 6B, 7B, ഇങ്ങനെ ഒരു 18 ഗ്രേഡ്സ് ഓഫ് പെൻസിൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളതാണ് 9H, ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളതാണ് 7B എന്ന് പറയുന്ന പെൻസിൽ. അങ്ങനെ 18 ഗ്രേഡ്സ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഹാർഡസ്റ്റ് 9H, ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ളത് 7B. അതുപോലെ തന്നെ പെൻസിൽസിൻ്റെ ടിപ്പിന് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാവാം. സിലിണ്ടറിക്കൽ ഉണ്ടാവാം, കോണിക്കൽ ഉണ്ടാവാം, ചിസൽ ഷേപ്ഡ് ഉണ്ടാവാം, ബിവൽ ഷേപ്ഡ് ഉണ്ടാവാം.
ഓരോന്നും ഓരോ യൂസിൻ്റെ ആണ് നമ്മൾ ഓരോ സമയത്താണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കോണിക്കൽ പോയിന്റ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഹാൻഡ് സ്കെച്ചസിന് വേണ്ടി ലെറ്ററിങ് ഡയമെൻഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കോണിക്കൽ പോയിന്റ്സ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ചിസൽ എഡ്ജ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ ഡ്രോ ചെയ്യും. ചിസൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടതാണ്, കുറച്ചും കൂടി കട്ടി കൂടിയതാണ്. പെട്ടെന്ന് നമുക്ക് മാഞ്ഞു പോകാത്ത രീതിയിൽ ഇതിൽ കുറച്ച് ഹാർഡ് ലൈൻസ് വരയ്ക്കണമെന്നെങ്കിൽ നമ്മൾ ചിസൽ എഡ്ജ് വെച്ചിട്ട് വരയ്ക്കും. ബിവൽ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ കോമ്പസുകളിൽ സർക്കിൾസും ആർക്കും ഒക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ബിവൽ പോയിന്റ്. അതാണ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഇത് വരുന്നത്. ഇനി അടുത്തത് നോക്കിയാൽ ഇപ്പോൾ നമ്മുടെ കോമ്പസിൽ നമ്മൾ വരുന്നത് എച്ച് പെൻസിൽ ഷാർപ്പൻ ടു ബിവൽ പോയിന്റ് ആയിരിക്കും. എച്ച് പെൻസിൽ ഷാർപ്പൻ ടു ബിവൽ പോയിന്റ് ആയിരിക്കും നമ്മൾ കോമ്പസിൽ യൂസ് ചെയ്യുന്നത്. എച്ച് ബി പെൻസിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. എച്ച് പെൻസിൽസ് യൂസ് ചെയ്യുന്നത് ഔട്ട്ലൈൻസ്, വിസിബിൾ ലൈൻസ്, ഫിനിഷിംഗ്, ഡയമെൻഷനിങ്, ലെറ്ററിങ്, ആരോസ് എക്സെട്ര. 2H പെൻസിൽ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ലൈൻസ്, ഡയമെൻഷൻ ലൈൻസ്, സെൻറ്റർ ലൈൻസ്, സെക്ഷൻ ലൈൻസ് എക്സെട്ര. സോ അതൊക്കെയാണ് പെൻസിലിനെ പറ്റി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് ഷാർപ്പനേഴ്സ് ആണ്. ഷാർപ്പനേഴ്സിൻ്റെ ഉപയോഗം നമുക്ക് എന്തായിട്ടും അറിയായിരിക്കും. യൂസ്ഡ് ടു റിമൂവ് ഓൺലി ദ വുഡ് ഓഫ് ദി പെൻസിൽ. അടുത്തത് ഇറേസർ. ഇറേസർ റബ്ബർ വെച്ചിട്ടുള്ള ഇറേസർ അല്ലെങ്കിൽ നൈലോൺ റബ്ബർ വെച്ചിട്ടുള്ള ഇറേസർ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നതാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഇറേസിംഗ് ഷീൽഡ്. ഇറേസിംഗ് ഷീൽഡ് ഈസ് മെയ്ഡ് ഓഫ് എ പ്ലാസ്റ്റിക് ഓർ എ മെറ്റൽ ഷീറ്റ് ഹാവിംഗ് കട്ട് സ്ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഷേപ്പ്. ഒരു നമ്മുടെ സ്റ്റെൻസിലൊക്കെ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ സ്ലോട്ട് ഉണ്ട്. പല ലെങ്ത്തിലും വിഡ്ത്തിലും വീതിയിലും ഒക്കെ ഉള്ള സ്ലോട്ട് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ടു ഇറേസ് എ പർട്ടിക്കുലർ സ്പോട്ട് ഓർ എ ലൈൻ വിത്തൗട്ട് ഇറേസിംഗ് ദ നിയർ ബൈ ലൈൻസ് ആണ്. ഇത് നമ്മുടെ പേപ്പറിനെ കുറച്ചുകൂടി വൃത്തിയാക്കി നമ്മൾ ഇറേസർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്യുമ്പോഴേക്കും പേപ്പർ ചുളുങ്ങാനും ഡ്രോയിങ് ഷീറ്റ് ചുളുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇറേസിംഗ് ഷീൽഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡ്രാഫ്റ്റിംഗ് ബ്രഷ് ആണ്. ഡ്രാഫ്റ്റിംഗ് ബ്രഷ് അല്ലെങ്കിൽ അതിൻ്റെ സെയിം പർപ്പസ് ആയിട്ട് നമുക്കൊരു പീസ് ഓഫ് ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യാനോ ഡ്രോയിങ് ബോർഡ് ക്ലീൻ ചെയ്യാനോ ഡ്രോയിങ് ഷീറ്റ്സിൽ നമ്മൾ റബ്ബ് ചെയ്ത ഡസ്റ്റ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രാഫ്റ്റിംഗ് ബ്രഷ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെംപ്ലേറ്റ് ആണ്. ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ തിൻ ഫ്ലാറ്റ് പീസ് ഓഫ് സെല്ലുലോയിഡ് യൂസ്ഡ് ബൈ ദ ഡ്രാഫ്റ്റ്സ്മാൻ ഫോർ ഡ്രോയിങ് ദ ഷേപ്സ് കട്ട് ഇൻ ഇറ്റ്. ഏതൊക്കെ ഷേപ്പാണ് നമുക്ക് ടെംപ്ലേറ്റ് വെച്ച് വരയ്ക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. സർക്കിൾസ്, ആർക്ക്, എലിപ്സ്, ട്രയാങ്കിൾ, സ്ക്വയേഴ്സ് ആൻഡ് അതർ പോളിഗൺസ് നമുക്ക് വളരെ എളുപ്പത്തിലും വൃത്തിയായിട്ട് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റെൻസിലാണ്. സ്റ്റെൻസിൽ എന്ന് പറയുന്നത് നമ്മുടെ ടെംപ്ലേറ്റ് പോലെ തന്നെയാണ്. തിൻ ഫ്ലാറ്റ് പീസ് ഓഫ് സെല്ലുലോയിഡ് യൂസ്ഡ് ടു റൈറ്റ് ദ ലെറ്റേഴ്സ് ആൻഡ് ന്യൂമറിക്കൽസ്. വളരെ പെട്ടെന്നായിട്ട് യൂണിഫോം ആയിട്ട് ഒരേപോലെ നമുക്ക് വെച്ചിട്ട് ലെറ്റേഴ്സും അതുപോലെ തന്നെ ന്യൂമറിക്കൽസും എഴുതാൻ പറ്റും. ഇതിൻ്റെ 5 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പിന്നെ ഒരെണ്ണം ഉള്ളത് ഫ്രഞ്ച് കർവ്സ് ആണ്. ഫ്രഞ്ച് കർവ്സ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് റൂളറിനെ പറയുന്ന പേരാണ് ഫ്രഞ്ച് കർവ്. നമുക്ക് ഇറഗുലേഴ്സ് ആയിട്ടുള്ള കർവ്, നമ്മൾ സാധാ സർക്കിൾസും ആർക്കും ഒക്കെ വരയ്ക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. ഇപ്പം നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള കർവ്സ് വരയ്ക്കണമെങ്കിൽ അതിന് നമ്മൾ ഫ്രഞ്ച് കർവ്സ് യൂസ് ചെയ്യും. ഫ്രഞ്ച് കർവ്സ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യും. ഫ്രഞ്ച് കർവ് സാധാരണ നമ്മുടെ സെറ്റ് സ്ക്വയറിൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. ലാസ്റ്റ് വരുന്നത് ഫ്ലെക്സിബിൾ കർവ് ആണ്. ഫ്ലെക്സിബിൾ കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് എ മെറ്റീരിയൽ ഹാവിങ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ ഫ്രഞ്ച് കർവ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇറഗുലർ കർവ്സ്, ഇപ്പം നമുക്ക് ഇൻവല്യൂട്ട് വരയ്ക്കണം അല്ലെങ്കിൽ സൈക്ലോയിഡ്, എപ്പിസൈക്ലോയിഡ് അതൊക്കെ വരയ്ക്കണമെങ്കിൽ ഫ്രഞ്ച് കർവ്സ് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇറഗുലർ ആയിട്ട് നമുക്ക് അല്ലാതെ ഉള്ള കർവ്സ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെ വേണം. അതുകൊണ്ടാണ് ഫ്രഞ്ച് കർവ് ഉള്ളത്. ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ലെഡ് ബാർ എൻക്ലോസ്ഡ് ഇൻ എ റബ്ബർ and can be bent into any shape to form a curve. It helps to draw smooth curve passing through any given point. Flexible curves of various sizes are now available in the market.
സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ബേസിക് ഇൻട്രൊഡക്ഷൻ ടു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻസും നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ വന്നിട്ട് ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്ങിനെ പറ്റിയുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ക്രാഷ് കോഴ്സാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ വരാൻ പോകുന്ന ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സീരീസിൽ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.